അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണം ഈ സാമ്പത്തിക വർഷം പൂർത്തിയാക്കും. 33.7 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ വകുപ്പും ധനകാര്യ വകുപ്പും വ്യക്തമാക്കി. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പീരുമേട് താലൂക്കിലെ തകർച്ചയിലായ ലയങ്ങൾക്ക് 33,70,000 രൂപ വിനിയോഗിച്ച് നവീകരിക്കുന്നത് ധനകാര്യ വകുപ്പ് അന്തിമ ഉത്തരവ് നേരത്തെ ഇറക്കിയിരുന്നു. തൊഴിൽ വകുപ്പ് നൽകിയ ശുപാർശയ്ക്കാണ് ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചത്. എന്നാൽ നടപടി വൈകുന്നതിനാൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി ധനകാര്യ വകുപ്പിലും തൊഴിൽ വകുപ്പിലും നടപടിയെപ്പറ്റി കത്തിലൂടെ അന്വേഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുള്ളത്. താലൂക്കിലെ അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ ലയങ്ങളുടെ നവീകരണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് നിവേദനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ധനകാര്യ വകുപ്പ് 33,70,000 രൂപയുടെ അന്തിമ ഉത്തരവും അതുപോലെ തന്നെ ആ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകിക്കൊണ്ട് ഈ നടപ്പ് സാമ്പത്തിക വർഷം തന്നെ അത് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് മറുപടി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സാമ്പത്തിക വർഷം തന്നെ ഈ ലയങ്ങളുടെ നവീകരണം പൂർത്തിയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് തകർച്ചയിലായ ലയങ്ങളുടെ നവീകരണത്തിന് 2022-23 ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപയിൽ നിന്നാണ് പീരുമേട്ടിലെ അടച്ചുപൂട്ടിയ ലയങ്ങൾക്കായി 33,70,000 രൂപ വിനിയോഗിക്കാൻ അംഗീകാരം കിട്ടിയത്. ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് കഴിഞ്ഞ വർഷം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ധനവകുപ്പിന്റെ അംഗീകാരത്തിന് തൊഴിൽ വകുപ്പ് മുഖേന നൽകിയത്. പീരുമേട് താലൂക്കിൽ 4 വൻകിട തോട്ടമാണ് 24 വർഷമായി പൂട്ടിക്കിടക്കുന്നത്. ഇവിടുത്തെ ഭൂരിഭാഗം ലയങ്ങളും തകർച്ചയിലാണ്. നിരവധി ലയങ്ങൾ ഇതിനോടകം നിലം പൊത്തിയിട്ടുമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.